ഇവിടെ പുലിയായി കഴിഞ്ഞാലും ആനയായി കഴിഞ്ഞാലും ജനങ്ങളുടെ ഭീതി ഒഴിയുന്നില്ല അല്ലേ അരുൺ? പ്രത്യേകിച്ച് ഈ ധോണി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി എന്ന വാർത്തകൾ തന്നെയാണല്ലോ പുറത്തു വരുന്നത്. സുരേഷ്, തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ട് ഒരു 6:30 ധോണി സെൻറ് തോമസ് നഗറിൽ വൈകിട്ട് ഈ ആനകൾ എത്തിയത്. 2 കാട്ടാനകളാണ് എത്തിയത്. മായാപുരം സ്വദേശി സോളമൻ്റെ വീടും പരിസരവും കാട്ടാന എത്തി വൈദ്യുതി വേലി തകർത്ത് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ കാട്ടാന എത്തുന്നു. ധോണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ PT7 എന്ന ആന വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഉപദ്രവം സൃഷ്ടിച്ച മേഖലയാണ്. അവിടെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഒരാനയാണ് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ 2 ആനകൾ ഒരുമിച്ചാണ് എത്തുന്നത്. ഈ പ്രത്യേകിച്ച് ധോണി മായാപുരം മേഖലയിലാണ് ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നത്. ആന എത്തിക്കഴിഞ്ഞാൽ മിക്ക ആളുകളുടെയും വീടുകളുടെ മതിലും മറ്റുമൊക്കെ കേടുവരുത്തുന്നുണ്ട്. അതുകൂടാതെ വേലികൾ കേടുവരുത്തുന്നുണ്ട്. ഒപ്പം വ്യാപകമായിട്ട് നെല്ലും അതുപോലെ തന്നെ വാഴയും ഉൾപ്പെടെ കൃഷിയും നശിപ്പിക്കുന്ന സ്ഥിതിയാണ് പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പരാതിപ്പെടുന്നത്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കുറച്ചായിട്ട് ഈ ആനകളെ കാട്ടിലേക്ക് കയറ്റുന്നതിനും അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനൊക്കെ വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ധോണിയിലെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യെസ്, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.